യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ബുധനാഴ്ച ദിവസം സന്തോഷമായിട്ടിരിക്കാം, പ്രതീക്ഷയോടെ ഇരിക്കാം. ഇന്നുവരെയും ഈ വചനം കേൾക്കുന്നവരെ ഓർക്കുന്നു, ഇന്നുവരെ ഈ വചനം കേട്ട് പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആദ്യകാലങ്ങളിലൊക്കെ കേട്ടു, പിന്നീട് കേട്ടില്ല, അങ്ങനെയുള്ളവരെ ഓർക്കുന്നു. പുതിയതായി വചനം കേൾക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, കേൾക്കാൻ പോകുന്ന സകലരെയും ഓർക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവ സാന്നിധ്യം വന്ന് നിറയട്ടെ. ദൈവ സാന്നിധ്യത്തിൻ്റെ വലിയ അടയാളങ്ങൾ ഉണ്ടാകട്ടെ. ദൈവം കൈപിടിച്ചു നടത്തുന്ന, ദൈവം പരിപാലിക്കുന്ന വലിയ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവേ, അങ്ങയുടെ വചനത്തെ കേൾക്കാൻ കൊതിയുള്ളൊരു മനസ്സോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കാണുന്നവർ, കേൾക്കുന്നവർ, അയച്ചു കൊടുക്കുന്നവർ, ഷെയർ ചെയ്യുന്നവർ, സ്റ്റാറ്റസ് ഇടുന്നവർ, വാഗുണ്ട് വാമൊഴിയായി പറയുന്നവർ, കേൾക്കണം കേട്ടോ, നിങ്ങളും കേൾക്കണം കേട്ടോ എന്ന് പറയുന്നവർ, ഇതെല്ലാം ദൈവനാമ മഹത്വത്തിനായി മാറട്ടെ. ഇതെല്ലാം സുവിശേഷത്തിൻ്റെ വലിയ സാക്ഷ്യങ്ങളായി തീരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്ത തിങ്കളാഴ്ച മുതൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ്. ഈ മാസം മുഴുവൻ അങ്ങനെ പ്രാർത്ഥിക്കും. അടുത്ത തിങ്കളാഴ്ച മുതൽ മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരിക്കും അടിമപ്പെട്ടു പോയവർ തിരിച്ചറിഞ്ഞ് തിരിച്ചു വരാൻ, അവരുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകാൻ നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. കാരണം ഒത്തിരി പേർ ഈ കാലഘട്ടത്തിൽ ഈ വിധത്തിൽ ഭാരപ്പെടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടോ, എൻ്റെ വീട്ടിൽ ആരും ഇങ്ങനെ ഇല്ല, അതുകൊണ്ട് ഞാനിത് പ്രാർത്ഥിക്കേണ്ട? അങ്ങനെയല്ല. നമ്മുടെ പരിചയത്തിലോ നമ്മുടെ ബന്ധുമിത്രാദികളിലോ ആരൊക്കെയിലൊക്കെ കാണും ഈ വിധത്തിൽ ഭാരപ്പെടുന്നവർ, സങ്കടപ്പെടുന്നവർ, തകർന്നിരിക്കുന്നവർ. അവരുടെ മാറ്റം നമുക്കവർക്ക് ഉപദേശം ചിലപ്പോൾ അവർക്ക് ഏൽക്കണമെന്നില്ല. പക്ഷെ വചനത്തിലൂടെ പ്രാർത്ഥിച്ചാൽ അത് രക്ഷാകരമായ മാനസാന്തരം ജനിപ്പിക്കും. ഇന്ന് ഈ വചനം ഒന്ന് കേൾക്കുകയാണ്. കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. 7-ാം അധ്യായം 9-ാമത്തെ വാക്യവും ഒന്ന് വായിക്കുകയാണ്. ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു, ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങളെ ദുഃഖിപ്പിച്ചത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്കൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ഈ വചനം കേൾക്കുന്നത് കൊണ്ട്, പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ഒരു നഷ്ടവും ഉണ്ടാകില്ല. ഒരു കാര്യത്തിൽ സന്തോഷിക്കുന്നു, കാരണം നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ ദുഃഖം തോന്നാറുണ്ടോ? ആ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്ന ദുഃഖമാകട്ടെ. നമുക്കൊരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകാൻ കാരണമാകുന്ന ദുഃഖമാകട്ടെ. ആ ദുഃഖത്തിൻ്റെ പേരാണ് ദൈവഹിതപ്രകാരമായ ദുഃഖം. അത് പശ്ചാത്താപത്തിലേക്ക് നയിക്കും. അതാണ്, ഈ ദുഃഖമാണ് ഒരു പുതിയ ജീവിതത്തിന് തുടക്കമിടുന്നത്. ഈ പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്ന ദുഃഖമാണ് പുതിയ ജീവിതം സമ്മാനിക്കുന്നത്, പുതിയ നന്മകൾ അനുഭവിക്കാൻ വഴിയും വാതിലും തുറക്കാൻ കാരണമാകുന്നത്. അടുത്ത ഭാഗം വായിക്കുകയാണ്, 10-ാമത്തെ വാക്യം. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു, അതിൽ ഖേദത്തിന് അവകാശമില്ല. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്നവർക്ക് ഈ ഒരു രക്ഷാകരമായ ഒരു പശ്ചാത്താപം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുവാണ്. അതൊരു നഷ്ടത്തിന് കാരണമാവില്ല. ദൈവഹിതപ്രകാരമായുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. ഞങ്ങൾ പ്രത്യേകം നമ്മൾ ഡെയിലി ബ്ലെസ്സിങ്ങിൽ തിങ്കളാഴ്ച മുതൽ ഇങ്ങനെ ഒരു നിയോഗ മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ
നിങ്ങൾ ഓർക്കണം, ഒത്തിരി കുടുംബങ്ങൾ വേദനയിലാണ്. ഒരുപാട് കുടുംബത്തിൽ ദാരിദ്ര്യമുണ്ട്. വലിയ നഷ്ടങ്ങളിൽ, തകർച്ചകളിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ട്. ആ കുടുംബങ്ങളെ രക്ഷിക്കണം. ആ കുടുംബങ്ങൾ ദൈവവചനത്തിലൂടെ അവർക്ക് രക്ഷാകരമായൊരു പശ്ചാത്താപം ഉണ്ടാകണം. ദൈവഹിതപ്രകാരമായുള്ള ദുഃഖത്തിനത് കാരണമാകണം. അതിനൊരു വാക്കാണ് തിരിച്ചറിഞ്ഞ് തിരിച്ചു വരണം. നമ്മുടെ മക്കളാകും, ജീവിത പങ്കാളിയാവും ഈ വിധത്തിൽ ഭാരപ്പെടുന്നത്. ചിലപ്പോൾ അനിയൻ്റെ കുടുംബം, സഹോദരൻ്റെ കുടുംബം, പ്രിയപ്പെട്ടവരുടെ കുടുംബം നമ്മുടെ വീട്ടിലെ ദുഃഖമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ അയൽവാസികൾ ഒരാളായിരിക്കാം. നമുക്ക് അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം. ഏതെങ്കിലും 5-10 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല ഇത്. ഇതുപോലെ വിഷമിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? ഇത് എനിക്ക് നല്ല അനുഭവമായിട്ടുണ്ട്. പലയിടങ്ങളിൽ നിന്നും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഒത്തിരി പേർ ആരുടെ ഉപദേശം കൂടാതെ, വഴക്ക് കൂടാതെ, നിർബന്ധം കൂടാതെ എത്രയോ പേർ മദ്യപാനത്തിൽ നിന്ന് മാറിയിട്ടുണ്ടെന്നറിയാമോ? ലഹരിക്കടിമയിൽ ആയ അവസ്ഥയിൽ നിന്ന് മാറിയിട്ടുണ്ടെന്നറിയാമോ? ലഹരി ഉപയോഗിച്ച് വായ്ക്കകത്ത് ഒരുപാട് കുമിളകൾ വരെ വന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയിലായിരുന്നിട്ടും വീണ്ടും അതേ അവസ്ഥയിൽ തുടർന്ന സാഹചര്യമുണ്ട്. മരിച്ചോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മാറ്റങ്ങളുണ്ടായി, മാനസാന്തരങ്ങളുണ്ടായി. തൊട്ടുപോലും നോക്കത്തില്ല. രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്ന ശുശ്രൂഷയാണ് അനുഗ്രഹയിൽ ദൈവം ഒരുക്കിയത്. ഡെയിലി ബ്ലെസ്സിങ് ദൈവം ഒരുക്കുന്നത് കേവലം ഒരു ഭംഗിവാക്ക് മാത്രമല്ല. നിങ്ങൾ ഈ സ്ഥലത്ത്, ഈ ആലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത്, ഇവിടെയുള്ള പല ആളുകളോടും ചോദിച്ചാൽ അറിയാം എത്രയോ പേരുടെ ജീവിതങ്ങളിൽ ഈ വചനത്തിലൂടെ മാറ്റവും അനുഗ്രഹവും ഉണ്ടായിട്ടുണ്ടെന്ന്. ദൈവഹിതപ്രകാരമായ ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കും. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഈ വാക്കുകൾ പറയണം, പ്രാർത്ഥിക്കണം. തിങ്കളാഴ്ച മുതൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ മദ്യത്തിലോ മയക്കുമരുന്നിലോ ലഹരിക്കോ അടിമകളായി പോകാനിടയാകല്ല്. ഒരപ്പൻ്റെ അമ്മയുടെയും വലിയ സാമ്പത്തികമുള്ള കുടുംബമാണ്. പക്ഷേ ആ മകൻ ജയിലിൽ കിടക്കുകയാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ ഇഷ്ടംപോലെ സമ്പത്തുണ്ട്. പക്ഷേ ആ അപ്പൻ ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തിനാ ഇങ്ങനെ കുറേ സമ്പത്ത്? പിള്ളേരെല്ലാം പോയില്ലേ? പിള്ളേരെല്ലാം വഴിതെറ്റിപ്പോയില്ലേ? ഞാൻ ചെയ്തെന്തെങ്കിലും തെറ്റുകൊണ്ടാണോ? പ്രിയപ്പെട്ടവരെ, മക്കളിൽ ഒരാൾ ഉഴപ്പിയാൽ മതി സമ്പത്ത് മുഴുവൻ തകർന്നു പോകാൻ. മക്കളിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ മതി ആ വീട് രക്ഷപ്പെടാനും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരെയും കുറ്റപ്പെടുത്താനോ, ആരെയും താഴ്ത്തിക്കെട്ടാനോ, ആരെയും വിമർശിക്കാനോ ഒന്നുമല്ല. പക്ഷെ നമ്മുടെ ഈ പ്രാർത്ഥന കൊണ്ട് അനേകം ആളുകൾ സന്തോഷമുള്ളൊരു ജീവിതം ജീവിക്കണം, സമാധാനമുള്ളൊരു ജീവിതം ജീവിക്കണം, അനുഗ്രഹമുള്ളൊരു ജീവിതം ജീവിക്കണം, കുടുംബമായി ജീവിക്കണം. വഴക്കും ബഹളവും ഒച്ചപ്പാടും നിലവിളിയൊന്നും ഇല്ലാതെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഐക്യത്തിൽ ജീവിക്കണം. അതിനുവേണ്ടി ഒരുക്കുന്ന ദിവസങ്ങളാണ് ഈ മാസം മുഴുവൻ. തിങ്കളാഴ്ച മുതൽ ആ മാസം മുഴുവൻ ഈ ഒരു നിയോഗത്തിനായിട്ട് പ്രാർത്ഥിക്കുക. ഈ വചനം അതിൻ്റെ ആധാരം. ദൈവഹിതപ്രകാരമായൊരു ദുഃഖം ഉണ്ടാകണം. അത് രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ ഇടവക ഗ്രൂപ്പുകളിലൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതിനൊന്ന് സ്വാർത്ഥതയില്ലാതെ പ്രാർത്ഥിക്കുക. നമ്മുടെ ദേശത്ത്, നമ്മുടെ നാട്ടിൽ ആരൊക്കെയോ ഇങ്ങനെ വേദനിക്കുന്നവരുണ്ട്. ചിലരൊക്കെ പ്രാർത്ഥന നിർത്തി, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പാണ് മാറ്റങ്ങളുണ്ടാവും, സാക്ഷ്യങ്ങളുണ്ടാവും. ദൈവം സാവൂളിനെ പൗലോസാക്കിയില്ലേ? സാവൂൾ എന്ന് പറഞ്ഞ അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിച്ച് നടന്ന ആള് പൗലോസായി മാറി. ദൈവത്തിൻ്റെ കരസ്പർശം വരുമ്പോൾ വലിയ മാറ്റങ്ങളുണ്ടാവും, മാനസാന്തരങ്ങളുണ്ടാവും. അത് അനുഗ്രഹമായിട്ട് മാറും. പ്രാർത്ഥിക്കാൻ പോവാണ്. ഈ ദിവസം നിങ്ങളെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ആരോഗ്യത്തിലും ഉണ്ടായിരിക്കട്ടെ.
രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതികളിൽ നിന്നും, വഞ്ചനയിൽ, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും നല്ല ആരോഗ്യവും തരണമേ. ഐശ്വര്യമുള്ളൊരു ജീവിതം തരണമേ. ആത്മീയമായും ഭൗതികമായും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കണമേ. ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കണമേ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും സന്തോഷവും ആയുസ്സും ആരോഗ്യവും എല്ലാം ഞങ്ങൾക്ക് തരണമേ. മന്ത്രവാദം, കൂടോത്ര, ക്ഷുദ്രപ്രയോഗം എന്നീ തരത്തിലുള്ള അന്ധകാര സ്വാധീനങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കണമേ. കുടുംബത്തെ, വീടിനെ, ആരോഗ്യത്തെ, ശുശ്രൂഷകളെ സൂക്ഷിക്കണമേ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന, ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും നിനക്ക് വരില്ല, ഒരനർത്ഥവും നമ്മുടെ കൂടാരത്തെ തൊടുക പോലുമില്ല. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനം സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുത്ത് പ്രാർത്ഥിക്കണം. ദൈവഹിതപ്രകാരമായ ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കും. നാളെയും 5:30 ഒരുമിച്ച് കാണാം. ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിലെന്ന പോലെ നല്ല തമ്പുരാൻ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. ആമേൻ.